ഹലോ ഗായ്സ്. അപ്പൊ നമ്മുടെ KL49 ബ്ലോഗിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ലോങ് വീഡിയോയിൽ തന്നെ 30,000 വ്യൂവേഴ്സ് കിട്ടിയിരിക്കുന്നത്. അതും 1000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് 30,000 വ്യൂവേഴ്സ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു യൂട്യൂബിൽ തുടക്കക്കാരാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചാനൽ റീച്ച് ആവും, നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസും കൂടും. ഈ 5 കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് തംബ്ലൈന്, കീവേഡ്, ഹാഷ്ടാഗ്, അപ്ലോഡിംഗ് ടൈം, കൺസിസ്റ്റൻസി. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും റീച്ച് ആവും, നിങ്ങളുടെ വീഡിയോ പറയുന്നത് വ്യൂസും കൂടും. അപ്പോൾ ഇത് എങ്ങനെ ഒരു തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ക്രിയേറ്റ് ചെയ്താലാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, അതായത് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ ഏതൊരു ലോങ് വീഡിയോൻ്റെയും ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തംബ്നെയിലാണ്. എത്ര നല്ല കണ്ടന്റ് ഉണ്ടെങ്കിലും അവർക്ക് ഒരു അട്രാക്റ്റീവ് അല്ലാത്ത ഒരു തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ആ വീഡിയോ വൈറലാവില്ല. അത് എത്ര വലിയ തംബ്നെയിൽ എന്താ പറയുക കണ്ടന്റ് ആണെങ്കിലും. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തംബ്നെയിൽ തന്നെയാണ്. അപ്പോൾ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആപ്പുകളുണ്ട്. VN ആയാലും അതുപോലെ തന്നെ ഇൻഷോട്ട്, ക്യാപ് കട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് നല്ലൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചൂസ് ചെയ്തൊരു ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ആപ്പ് തന്നെയാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തംബ്നെയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമ്മൾക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ അതിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പോലെ കാണുന്ന ഒരു സർക്കിളുകളാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഫൗണ്ട് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടുകളും കാര്യങ്ങളും ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാൾ കണ്ടു കഴിഞ്ഞു വെച്ചാൽ അട്രാക്റ്റീവായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാൻ തോന്നും. അങ്ങനെയുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൗണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, ഒരാൾ ചില വീഡിയോകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ തംബ്നെയിൽ വെച്ചിട്ട് ചിലപ്പോൾ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് നമുക്ക് അതിൽ കിട്ടും, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടായി. അപ്പോൾ നമ്മൾ തംബ്നെയിലാണ് ഏറ്റവും ഒരു വീഡിയോൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ തംബ്നെയിലിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് ആണ് ഒരു കണ്ടന്റ്, ഒരു വാക്കുകൾ കൊടുക്കുക, എന്നിട്ട് അതിന് നല്ല രീതിയിലുള്ള ഒരു ഫൗണ്ടും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അത് ഒരു വേറൊരാൾ കണ്ടു കഴിഞ്ഞു എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ആ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് നല്ല റീച്ച് ആവുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു 30,000 വ്യൂവേഴ്സ് നമുക്ക് ആദ്യത്തെ ലോങ് വീഡിയോയിൽ തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തംബ്നെയിൽ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായി നല്ല രീതിയിലേക്ക് ചെയ്യണം. അപ്പോൾ തംബ്ലൈൻ, ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ പറയുന്നത് പുനർജനിയുടെ വീഡിയോ, അതിൻ്റെ ആ തംബ്ലൈൻ കൊണ്ടാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ ഒരു 90% ആ തംബ്ലൈൻ കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് റീച്ച് വന്നതെന്നാണ്. നമ്മൾ അതിനനുസരിച്ച് ഒരു പുനർജനിൻ്റെയാണ് ചെയ്ത്. അപ്പോൾ നമ്മൾ പുനർജനി ഒരു അത്ഭുതം, അതിനനുസരിച്ചിട്ടുള്ള ഒരു പിക്ക്, അതിലൊരു റൗണ്ട് ഇട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഡയലോഗ് എഴുതിയിട്ട് ആ ഒരു കളറും ആ മൊത്തമുള്ള ഒരു പിക്കിൻ്റെ ആ തംബ്ലൈൻ്റെ ആ ഒരു പെർഫെക്ഷൻ കൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ റീച്ച് ആയതെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് പറയുന്നത്, എൻ്റെ ഒരു വിശ്വാസം ശരിക്കും പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു യൂട്യൂബ് വീഡിയോ എടുത്താലും അതിൽ ഒരുപാട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഏതാണ് ഫസ്റ്റ് നോക്കുക, നമ്മൾ അതിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ ഏതാണ്, നമുക്ക് സിനിമയായിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ പഞ്ച് ഡയലോഗോ അല്ലെങ്കിൽ ആ ഫോട്ടോ ആ കറക്റ്റായിട്ട് ആ തംബ്ലൈൻ കറക്റ്റായി ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തും. നമ്മൾ ഏത് വീഡിയോ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ ആദ്യം തന്നെ ഒരുപാട് വീഡിയോ വരും. അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ തംബ്ലൈൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ളതാണ്. ചിലപ്പോൾ ഉള്ളിൽ കണ്ടന്റ് പോലെ ആയിരിക്കും, പക്ഷെ ആ തംബ്ലൈൻ്റെ ഗുണം കൊണ്ടാണ് ശരിക്കും നമ്മൾ വീഡിയോ എടുത്ത് നോക്കുക. ശരിക്കും നിങ്ങളുടെ വീഡിയോ റീച്ച് ആവണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നത് തംബ്ലൈൻ തന്നെയാണ്. ആ തംബ്ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തായാലും റീച്ച് ആവും, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്സും കൂടും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നതാണ് കീവേഡുകൾ. നമ്മൾ തംബ്ലൈൻ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ടാണ് കീവേഡ് നമ്മൾ കറക്റ്റായിട്ട് അതിൽ കൊടുത്തു വെച്ചാൽ നമ്മുടെ വീഡിയോ അതായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കീവേഡ് ഓരോയി ബന്ധപ്പെട്ട വേർഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വിജയ് മൂവി എന്ത് മൂവി ആണെങ്കിലും ആ ബന്ധപ്പെട്ട വേർഡിൽ നമ്മൾ റീച്ച് ആയിക്കൊണ്ടേയിരിക്കും. അത് ബന്ധപ്പെട്ട ചാനലിലേക്ക് റീച്ച് ആവും, ഫാൻ പേജുകളിലേക്ക്, അങ്ങനെ ഒരുപാട് റീച്ച് ആവും. എങ്ങനെയാണ് നമ്മൾ കീവേഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ വീഡിയോ റീച്ച് ആവാൻ സഹായിക്കുക? നമ്മൾ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ യൂട്യൂബ് ചാനൽ, ഇല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെ ആവുക, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക, വ്യൂവേഴ്സ് നല്ല രീതിയിലേക്ക് വ്യൂവേഴ്സ് കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ഹൗ ടു റീച്ച് മൈ യൂട്യൂബ് ചാനൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ യൂഷ്വലി നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും കോവിഡ് എന്ന ഒരു മഹാമാരി വന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെ അടിച്ചു കൊടുക്കുക, COVID-19 ലക്ഷണങ്ങൾ എങ്ങനെയാണ്, അടുത്തുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ യൂഷ്വലി സെർച്ച് ചെയ്യുക.
നിങ്ങൾ എന്താണ് ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി സെർച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കീവേഡ് ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിലൊരു ടാഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കീവേഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് അടിക്കാനും കാര്യങ്ങളും അറിയില്ല എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ AI വെച്ചിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്, ChatGPT പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു ഓവർ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ജസ്റ്റ് ChatGPT തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും നല്ല രീതിയിലുള്ള കീവേഡുകൾ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കീവേഡിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. എന്നാലേ നിങ്ങളുടെ വീഡിയോ കീവേഡിലൂടെ റീച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതൽ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ഹൗ ടു മോണിറ്റൈസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്സ് എങ്ങനെ കൂട്ടാം, അതൊക്കെ ആ ഒരു കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യണ ഓരോ ഐറ്റം പറയുന്നത് അത് കീവേഡാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മോണിറ്റൈസ് എങ്ങനെ ആക്കാൻ പറഞ്ഞാൽ മോണിറ്റൈസിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ ഇതിലേക്ക് പോകും. ഞങ്ങൾ ആദ്യം അങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചാൽ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ ഫസ്റ്റ് വീഡിയോ വരും, അതുമായി ബന്ധപ്പെട്ടതിന്റെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് കീവേഡ് പറയുന്നത്. നമ്മളപ്പോൾ കറക്റ്റ് ആയിട്ട് കീവേഡ് കൊടുത്തു വെച്ചാൽ നമ്മളായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തെങ്കിൽ കറക്റ്റ് റീച്ച് ആവും. നമ്മൾ ഉദ്ദേശിച്ച ആ വീഡിയോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത വീഡിയോയിൽ നിങ്ങളുടെ വീഡിയോ ഇല്ലെങ്കിലും അതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ സജഷൻ ലിസ്റ്റിൽ അതിലുണ്ടാവും നിങ്ങളുടെ ഒബിയസ്ലി വീഡിയോസ്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും ശ്രദ്ധിക്കണം. അത് കറക്റ്റായി കൊടുത്താലാണ് നിങ്ങളുടെ അതിനനുസരിച്ചുള്ള സെർച്ചിങ്ങിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ, നിങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ച് ആവുള്ളൂ, അതിനെല്ലാം സഹായിക്കുള്ളൂ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നതാണ് #. പറയുന്നത് #ഉം ഈ കീവേഡ് പോലെ തന്നെ ഒരു സമാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് #. നമ്മളൊരു #അനുസരിച്ചിട്ടാണ് ഓരോ ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ഇതിലേക്കും നമ്മൾ റീച്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു #, ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഇടണം, അത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഗുണം ചെയ്യുക? #, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ആ കണ്ടന്റുകളുടെ രീതിയിലുള്ള #കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ 4 കോടി ജനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും #കളും ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലേക്കുള്ള #കൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ എന്നുള്ള #കൾ, ഷോർട്ട് എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടുക. ഇതിൽ ഈ ഷോർട്ടിന്റെ #, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 111 കോടി ആളുകളാണ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 111 കോടി റീച്ച് ഉണ്ടായില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നല്ല നല്ല #കൾ ഇടുക. ആ വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള #കൾ നിങ്ങൾ ഇടണം. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ ഒരു കറൻ്റ്ലി ഉള്ള ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു റീച്ച് ആയിട്ടുള്ള ഒരു #കൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പറയുകയാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു HMPV വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് അങ്ങനെ ബാംഗ്ലൂരൊക്കെ സ്ഥിരീകരിച്ചു എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. ന്യൂസിലൂടെയാണ് അറിഞ്ഞത്, അല്ലാണ്ട് നമ്മൾ വെളിപ്പെടുത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ആളുകൾ നോക്കണമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് സെർച്ച് ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് #കൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ ബോബി ചമ്മണ്ടൂരൊക്കെ അറസ്റ്റായി. അപ്പോൾ അതൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രാഫിക് കൊണ്ടുവരുന്ന #സ് ആണ് ഇത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്താ വെച്ചാൽ മലയാളത്തിലുള്ള വീഡിയോസ് ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി കേരളത്തിലുള്ള #സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. ട്രെൻഡിങ് ആയിട്ടുള്ള #കൾ ആഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള #കൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോകൾ നല്ല രീതിയിലേക്ക് വൈറലാവും. പിന്നെ #, നിങ്ങളുടെ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഒരു 24 hours കഴിഞ്ഞിട്ടും ഒരു 1000 വ്യൂവേഴ്സിന് കൂടുതലായിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കത് നല്ല നല്ല #കൾ പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. ആ # മാറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള #കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലേക്ക് വൈറലായിട്ടുള്ള വീഡിയോസിൻ്റെ #കളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആഡ് ചെയ്യണം ഈ # എന്ന് പറയുന്നത്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള #കൾ കൊടുക്കുക. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ നടക്കണം അതിനനുസരിച്ച് നമ്മൾ റിലേറ്റഡ് ആയിട്ട് അവർക്ക് സജഷനിലേക്ക് പോകും. അതെ, നമ്മളായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ HMPV വൈറസിന്റെ ആണെങ്കിലും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു മുൻകരുതലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. നമ്മൾ അതിനനുസരിച്ചുള്ള #, ഇടാണ്ട് നമ്മൾ ചെയ്തു വെച്ചാൽ അത് കറക്റ്റായി എത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള #കൾ ഇടണം. അപ്പോഴേ റീച്ച് ആവുള്ളൂ, അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് പോകുള്ളൂ, നമ്മൾ വിചാരിച്ച നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തുള്ളൂ. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ #, പറയുന്നത്. കറക്റ്റായി നിങ്ങളുടെ വീഡിയോ റീച്ച് ആവണമെങ്കിൽ #, കറക്റ്റായി ഇടണം. ഞങ്ങളൊക്കെ ശരിക്കും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുടെ #കൾ ഇടും. പിന്നെ കൂടുതൽ വൈറൽ വീഡിയോസിനൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇടും. ആദ്യത്തെ സമയങ്ങളിലൊന്നും നമുക്ക് #, 1-2 # കിട്ടുകഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കി കളയും. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ആ ഒരു ഇതിനെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ #, കൂട്ടുന്തോറും നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിലേക്ക് റീച്ച് ആവാൻ തുടങ്ങി. ചില വീഡിയോകളൊക്കെ മില്യൺ വ്യൂവേഴ്സൊക്കെ ഉണ്ടാകും. നിങ്ങൾ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്ന് പറയുന്നത് പറയുന്നതിടയിൽ ഞങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞു പോയത് KL49 ബ്ലോഗേഴ്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. അതിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതെ.
ഫുള്ളായിട്ട് കണ്ടിട്ട് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം. അതെ അതെ ഇതിപ്പോ ഈ കഴിഞ്ഞ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവൻ ഏഷ്യൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആരായിട്ടാന്ന് പറയുന്ന പോലെ. അതെ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയപ്പോ ഏഷ്യൻ ന്യൂസിലൊക്കെ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഈ അദ്ദേഹം. നമ്മൾ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ സപ്പോർട്ടിന് പോയതാണ്, അറിയാതെ പെട്ടുപോയി അതില്. പിന്നെയാണ് യാദൃശികമായിട്ട് ഏഷ്യൻ ന്യൂസിന്റെ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്നിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അതിൽ വരുന്നു. അപ്പൊ അവരെടുത്ത് നേരെ ഇതിലിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരോ ഡയലോഗുകൾ ഇപ്പോൾ നല്ല ഇമോഷണലി ഉണ്ണിക്കണ്ണന്റെ ഇതെന്ന് പറയുമ്പോൾ ഇമോഷണലി ഒരുപാട് ഡയലോഗുകൾ ഒരുപാട് ആളുകൾ ആഡ് ചെയ്യാറുണ്ട്. അതിനെ വെച്ചിട്ട് ഇവന്റെ വീഡിയോയും എല്ലാവരും കൂടെ വെച്ച് റെഡിയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. എന്നിട്ട് ഇവരെ അറിഞ്ഞിട്ടില്ല, ഞാനാണ് ഇതെന്താ സംഭവം നീയും വന്നിരിക്കുന്നതുകൊണ്ട് അയച്ചു കൊടുത്തവന്. നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി പോയതാണ് ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ. അപ്പൊ നമ്മൾ ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ വീഡിയോ ചെയ്തു. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഹാഷ്ടാഗുകളും വിജയ് സാറുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ കൊടുത്തപ്പോഴാണ് ആ വിജയ് ഫാൻ പേജിലേക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ പോയത്. അതാണ് ഹാഷ്ടാഗിന്റെ ഒരു ഗുണം പറയുന്നത്. ഹാഷ്ടാഗും കീവേഡൊക്കെ ഇതുമായി ബന്ധപ്പെട്ടത് ഉണ്ണിക്കണ്ണതാക്കി. എന്താ ഉണ്ണിക്കണ്ണന്റെ ഞാൻ ആരാ അങ്ങനത്തെ വേർഡുകളും കീവേഡുകളും ഹാഷ്ടാഗുകളും അങ്ങനത്തെ കൊടുക്കുമ്പോഴാണ് വിജയ് ഫാൻ പേജിലേക്ക് പോകുക, അതുമായിട്ട് ബന്ധപ്പെട്ടതിലേക്ക് പോകുക. ഉണ്ണിക്കണ്ണന്റെ മെയിൻ ലക്ഷ്യം പറയുന്നത് വിജയനെ കാണാം. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിജയിനെ മെൻഷൻ ചെയ്യുകയിൽ വിജയ് ഫാൻ പേജിനെ മെൻഷൻ ചെയ്യും. അങ്ങനത്തെ ഹാഷ്ടാഗുകളൊക്കെ ഒരുപാട് കൊടുക്കും. അപ്പൊ നമ്മൾ ഫാൻ പേജിലൊക്കെ വന്നിട്ട് ഒരുപാട് റിപ്ലൈ ഞങ്ങൾക്ക് ഫാൻ പേജിൽ നിന്നൊക്കെ വന്നു തമിഴിൽ. എന്നിട്ട് ഞങ്ങൾ അതിൽ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് റിപ്ലൈ കൊടുത്തിട്ടൊക്കെയാണ് കേട്ടത്. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ എന്താ യാത്ര പോകണം, അതിന് ഞങ്ങളുടെ ആശംസകളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഹാഷ്ടാഗുകളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കറക്റ്റ് കൊടുത്താൽ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് വീഡിയോ റീച്ച് ആവുകയും ചെയ്യും, അതേവഴി നിങ്ങളുടെ ചാനലിൽ റീച്ച് ആവും. അതുപോലെ തന്നെ പിന്നെ ഈ ഉണ്ണിക്കണ്ണന്റെ കാര്യം പറയുമ്പോൾ അയാളുടെ ഒരു സ്വപ്നമുണ്ട്. തൻ്റെ 4ാം ക്ലാസ്സുകാരനായ നാട്ടുമ്പുറത്തുകാരൻ്റെ സ്വപ്നത്തിലേക്കുള്ള വഴിയിലേക്കാണ് ജാനുവരി 1-ാം തീയതി തൊട്ടിട്ട് ചെന്നൈയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ യൂട്യൂബ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്വപ്നം കാണണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഈ ഷോറൂമുകളിലുള്ള BMW ആണെങ്കിലും ബെൻസിലാണെങ്കിലും നിങ്ങൾ അതിൻ്റെ മുമ്പുറത്ത് പോയി നിന്ന് കണ്ടാൽ പോരാ. അങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങണം. ആ ഒരു വാഹനത്തിൽ നിങ്ങൾ പോകണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, ഒരു ഡ്രീം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ഇതിനെ മെനക്കെട്ട് നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കും. അതാണ് നമുക്ക് ഈ ഒരു കൂടുതലായിട്ട് ഇതിൽ പറയുന്നത്. എന്താ വെച്ചാൽ തൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി അറിഞ്ഞ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ്റെ കാലിൽ നടന്നിട്ട് വയ്യാണ്ട് ഒരു ഇതൊക്കെ ഹോസ്പിറ്റലിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യണം. പല ആളുകളും നിങ്ങളെ കളിയാക്കും, യൂട്യൂബ് ചെയ്യണമെന്ന് ചില തടസ്സങ്ങളുണ്ടാവും. വോയിസ് മെസ്സേജ് നിനക്കൊന്നും വേറെ പണിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതെ, അപ്പം നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് ആരാണെങ്കിൽ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ സക്സസ് ആവും. അപ്പോൾ ആരും നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും നോക്കാണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. പറയുന്ന ആളുകൾ പറയും, പക്ഷെ ആ ഒരു ലൈഫ് പോയിന്റ് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് റീച്ചായി മാറിക്കഴിഞ്ഞെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. ആ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ വിളിക്കുക, നമ്മളെ വിളിക്കുക, ഇടയ്ക്ക് സാധാരണക്കാരൊക്കെ വിളിക്കുന്നതുകൊണ്ട് അവർ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരും. മനസ്സിലായോ? അപ്പം നിങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. പിന്നെ അടുത്ത കാര്യം, അപ്പൊ ഈ ഹാഷ്ടാഗിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടാ ഉറപ്പായി നിങ്ങൾ റീച്ച് ആവും. ഒപ്പം എന്തായാലും നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾ നമ്മളെ കറക്റ്റാക്കി സപ്പോർട്ടും ചെയ്യണം. പിന്നെ അപ്ലോഡിങ് ടൈമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നത്. അപ്ലോഡിങ് ടൈം പറയുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്ന അറിയോ, നനച്ച വണ്ടി കിടക്കണമെങ്കിൽ കറക്റ്റ് സമയത്ത് പോകണം, കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ടൈമിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇടുന്നത് അപ്ലോഡിങ് ടൈം അറിയുന്നത് അതിനനുസരിച്ചിട്ട് എപ്പോഴും ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം അങ്ങനെ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നവരാണ്, ചില കുട്ടികൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്നവർ വന്നിട്ട് ഫോൺ നോക്കില്ല. അപ്പൊ കൂടുതലായിട്ട് അപ്പോഴാണ് ഫോൺ നോക്കുക. അപ്പൊ നമ്മൾ വീഡിയോ ഇട്ട് വെച്ചാൽ വേഗം അവരിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഒരു 6 മണിക്ക് ശേഷം 6 to ഒരു 10 മണി വരെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ അപ്പൊ എങ്ങനെയാണ് സമയത്ത് ഇട്ടാലാണ് കൂടുതൽ ഇതാവുക. നമ്മള് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാള് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ തിരക്കും കാര്യങ്ങളും ജോലികളൊക്കെ മാറ്റി വെച്ച് എത്ര സമയത്താണ് നിങ്ങൾ ഫ്രീ ആവുക. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 5 മണിക്ക് ശേഷം അവരൊന്ന് ഫ്രീ ആവുക. 5 മണിക്ക് ശേഷം ഫ്രീ ആയി വീട്ടിലെത്തിയതിന് ശേഷം ഒരു 6 മണി 7 മണിക്ക് ശേഷം എല്ലാവരും ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലേക്ക് ആക്റ്റീവായി ഒരു ട്രാഫിക് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു 6 മണി to ഒരു 12 മണി വരെയൊക്കെയാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 6 മണിക്ക് ശേഷം നിങ്ങളെ വീഡിയോ 6 മണി to ഒരു 9 മണിയുടെ ഉള്ളിൽ 6 to ഒരു 10 മണിയുടെ ഉള്ളിൽ മാക്സിമം നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു സാധാരണ രീതിയിൽ ആളുകൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു 12 മണി വരെയൊക്കെയാണ് സാധാരണ രീതിയിൽ യൂട്യൂബുകളൊക്കെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രാഫിക്കുള്ള സമയത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോ കാണാൻ ആളുകൾ ഉണ്ടാവുള്ളൂ.
അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ വലിയ രീതിയിൽ വീഡിയോ റീച്ച് ആവില്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം ഫസ്റ്റ്. അപ്പോൾ ഒരു 6 മണി to ഒരു 9 മണിക്കുള്ളിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരുപാട് മെയിൽ ഐ ഡികൾ ഉണ്ടാവും. ആ മെയിൽ ഐ ഡിയിൽ മെയിൽ മാറ്റുക, അതിൽ പോവുക, എന്നിട്ട് പിന്നെ നിങ്ങളുടെ വീഡിയോ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കാര്യമൊന്നും ദയവ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ അക്കൗണ്ട് എന്താ പറയുന്ന നല്ല രീതിയിലേക്ക് പോകുന്ന അക്കൗണ്ട് ആയിരിക്കും. അത് യൂട്യൂബിൽ എന്ന് പറഞ്ഞ AI സിസ്റ്റങ്ങൾ ഒരുപാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഡൗൺ ആക്കും. അത് അവിടെ സ്റ്റോപ്പായി നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തത്, അങ്ങനെ ഒരുപാട് മെയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ സംഭവം കുറേ ആകുമ്പോൾ നിങ്ങളുടെ ബാൻ ആവും. അതിൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നിങ്ങളുടെ സാധനം ഒരേ ഡിവൈസിൽ നിന്നാണ് ഇത് എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യണത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് കറക്റ്റായിട്ട് വ്യക്തമായിട്ടൊരു ധാരണയുള്ള ഒരു സംഭവം തന്നെയാണ് യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് നോക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഒന്നും ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളുടെ വീഡിയോ തന്നെ അതിൻ്റെ റീച്ച് കമ്മിയാവും. നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് പോയിക്കൊണ്ടേയിരിക്കുക. അടുത്ത ഈ വീഡിയോ റീച്ച് കിട്ടില്ല വെച്ചാൽ അടുത്ത് കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു നല്ല രീതിയിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സക്സസ് നിങ്ങൾ കാണുന്നു. അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സമയത്തിനും ഒരുപാട് നിങ്ങൾ വേറെ എല്ലാ വഴിയിൽ പോകുന്ന ആളുകളുടെ ഫോൺ മേടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ സക്സസ് ആവില്ല. കാര്യം എന്താണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ പോകുന്ന ആളുകളും കൂട്ടുകാരന്മാരും എല്ലാവരും ഫസ്റ്റ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊന്നും ഈ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് ഇരുന്ന് കാണില്ല. അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ ആളുകളുടെ അടുത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വഴി കൂടെ പോകുന്ന ആളുകൾ അണ്ടനെ അടകളുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാറുണ്ട്. ഫസ്റ്റത്തെ ഒരു ഇത് കാരണം അതിനെപ്പറ്റി അറിയാത്ത കൊണ്ട് നമ്മൾ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, പക്ഷെ നമ്മുടെ വീഡിയോ റീച്ച് ആവില്ല. ഇവരാരും നമ്മുടെ വീഡിയോ കാണില്ല. മനസ്സിലായ? അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്ലോഡിങ് ടൈം കറക്റ്റ് അപ്ലോഡിങ് ടൈമിൽ കറക്റ്റ് നിങ്ങൾ 7 ദിവസം ചെയ്യുന്നത്. ഒന്നരാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നരാണ് വേണ്ടി ചെയ്താൽ മതി. കറക്റ്റ് ഒരേ സമയത്ത് ഒരേ ഇടവിട്ട ദിവസങ്ങൾ നിങ്ങൾ തോന്നിയ പോലെ ഈ ഒരാഴ്ച ഇട്ടു, പിന്നെ അടുത്ത ഒരാഴ്ച ഇട്ടു, അതും തോന്നിയ സമയത്ത് ഇട്ടു, രാവിലെ ഇട്ടു, അടുത്ത ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് ഇട്ടു, പിന്നെ വൈകുന്നേരം ഇട്ടു. അങ്ങനെ ഇട്ടൊരു കാര്യമില്ല. ഒരു 6 മണിക്ക് ശേഷം ഒരു 6 to ഒരു 10-12 മണി വരെയൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഫോൺ നോക്കിയിരിക്കുന്ന സമയമല്ല. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഫ്രീ ആവുന്ന സമയമാണ്. അപ്പോൾ നോക്കി വെച്ചാൽ കൂടുതലായിട്ട് കാണും. എങ്ങനെയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കൊണ്ടേയിരിക്കും. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഈ സമയം പറയുന്നത്. ആ സമയത്ത് കറക്റ്റായി നമ്മൾ ഇടണം. അപ്ലോഡിംഗ് ടൈം പറയുന്നത് ഒരു മസ്റ്റ് വാച്ചുള്ള ഒരു ഘടകമാണ്. 12 മണിക്കൊക്കെ മൂപ്പര് സ്ഥിരമായിട്ട് ഫോണൊക്കെ നോക്കി ഇരിക്കാറുണ്ട്. ഞാൻ മുമ്പ് 6 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറയുമ്പോ 5 മണിക്ക് കാമുകയെ വിളിച്ച് കഴിയില്ല 6 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. അവർക്ക് എന്താ പറയാ, ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ പോലും ഒരെണ്ണം മരുന്നിന് ഒരെണ്ണമില്ല ഇന്നത്തെ സമൂഹത്തിൽ. നമുക്ക് അറിയാലോ നിങ്ങൾക്ക് കാര്യങ്ങള്, നമ്മുടെയൊക്കെ സിംഗിൾസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതല്ല പറയേണ്ട. പക്ഷെ ഞങ്ങൾ ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയം പറയുന്നത് ഞങ്ങൾ ഒരു 6 to 6:30 സമയത്തൊക്കെയാണ്. മിക്കവാറും ഒരു 6 മണി സമയത്തൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ 6:30 to 7 മണിക്കുള്ളിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ വീഡിയോ ഞങ്ങൾ ആ ഒരു സമയത്താണ് അപ്ലോഡ് ചെയ്യാൻ അറിയുന്നത്. കറക്റ്റ് സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നനച്ച വണ്ടി കിട്ടണമെങ്കിൽ കറക്റ്റ് കിടച്ച സമയത്ത് പോയാൽ പറ്റില്ല. കറക്റ്റ് സമയത്ത് പോയാലേ നനച്ച വണ്ടി കിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത പറയുന്നത്. അത് എത്രത്തോളം ഒരു പ്രധാനമാണ് കൺസിസ്റ്റൻസി. നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒരു ആണ്ടിലും അമാവാസിക്കും വീഡിയോ ഇടാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം നമ്മള് ഒരു റിയാസിന്റെ വീഡിയോ ഷാപ്പിന്റെ അടിച്ചു കയറി വാ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇട്ടുന്നത് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്ക്. ആ വീഡിയോ അന്നത്തെ ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഒരു 400 പേരൊക്കെ 300 to 400 ഫസ്റ്റ് ശരിക്കും അന്നൊരു 4-3 ആൾക്കാരെ കണ്ടിട്ടു. പിന്നെ നമ്മുടെ വീഡിയോ വൈറലാകാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാധനം കൊണ്ട് പുഷാവാൻ തുടങ്ങിയത്. അതെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ ഇടാൻ പറ്റില്ല. അത് മാക്സിമം നമ്മളിപ്പോൾ സാധാരണ ഫസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരെണ്ണം അല്ലെങ്കിൽ 1.5 ആഴ്ച കൂടുമ്പോൾ ഓരോന്നും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ നമ്മൾ ഇട്ടത്. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നോടെ തന്നെ ഇരിക്കുള്ളൂ. ഇവിടെ നിന്നുള്ള ഒരു എണീക്കൽ നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം കൂടുതലും ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ ഇട്ടു ആഴ്ചയിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ഇതിനെ പറ്റി വൃത്തിയായി പഠിച്ചപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 വീഡിയോ ആക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ പോയാലും ശരിയാവില്ല. നമ്മൾ മാക്സിമം സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഇടണം. അപ്പം ഞങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ച ഞായറാഴ്ചയ്ക്ക് ഇരുന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ഒരു സക്സസ് നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഷോർട്ട് വീഡിയോ നിങ്ങൾ കൂടുതൽ ഇടാൻ നോക്കുക. ഞാൻ പറയുകയാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ എവറി ഡേ നിങ്ങളുടെ വീഡിയോ ഉണ്ടാവണം. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണലി ഒരു പ്രേക്ഷകരുണ്ടാവണം.
അപ്പോൾ എവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എന്നാൽ പയ്യൻ്റെ വീഡിയോ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിക്ക് ചെയ്ത് നോക്കും നിങ്ങളുടെ ചാനൽ എടുത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ ഒരു റീച്ചും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. അതിനുള്ള ഹാഷ്ടാഗും കാര്യങ്ങളും എല്ലാവരും ഒരു സമയം കൃത്യനിഷ്ഠത എന്ന് പറയുന്നത് നിങ്ങൾ വേണം. എന്നാൽ നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ മാക്സിമം നിങ്ങൾ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും ഇടാൻ നോക്കുക. ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നതിന് ശേഷം മാത്രം ലോങ് വീഡിയോനെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ലാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് പോയി ആയിട്ടില്ല. അല്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നിങ്ങളെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു അൺമോട്ടിവേഷൻ ആവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നതിന് ശേഷം ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യണം. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ട് ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. ഞങ്ങളടക്കം 1000 വീഡിയോ കടന്നതിന് ശേഷമാണ് ആദ്യത്തെ ലോങ് വീഡിയോ ഇട്ടത്. എന്നിട്ട് ആ ഒരു ലോങ് വീഡിയോയിലാണ് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് മുമ്പ് വീഡിയോസ് ഇട്ടിട്ടില്ല ലോങ് വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട്. കൺസിസ്റ്റൻസി അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങളുടേതായ ഒരു KGF ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൂട്ടുകളും നിങ്ങളുടേതായ ഒരു പ്രേക്ഷകരെ ഉണ്ടാക്കാൻ പറ്റില്ല. ശരിക്കും സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. നിങ്ങൾ എന്നും കാണുന്ന സുഹൃത്തിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതേപോലെ എന്തെങ്കിലും ഒരു ദിവസം വരുന്ന ഫ്രണ്ട്സിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, എന്നും കാണുന്നവരെയാണ്. അപ്പോൾ നമ്മൾ കണ്ട് നമ്മൾ വീഡിയോ കണ്ട് പ്രേക്ഷകർ നമ്മൾ ഇഷ്ടപ്പെടണം. ഓട്ടോമാറ്റിക്കലായി സബ്സ്ക്രൈബ് കൂടും, വ്യൂസ് കൂടും, ഷെയർ, കമന്റ് എല്ലാം കൂടും. ഒരേപോലെ ഇടണം വീഡിയോ. എന്നും ഡെയിലി ഇടണം. ഡെയിലി ഇടാൻ പറ്റിയാൽ ഇടുക, ഇല്ലെങ്കിൽ ഒന്നരാടം വെച്ച് ഒന്നരാടം ഇടുക, വീക്കിൽ ഒരു ദിവസം വെച്ച് ഒരു ദിവസം ഇടുക. അത് പറഞ്ഞിട്ട് ഒരാഴ്ച ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച അങ്ങനെ ഇട്ട് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല, ഒരിക്കലും റീച്ച് ആവുകയില്ല. അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. റീച്ച് ആവാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം കൺസിസ്റ്റൻസി. സ്ഥിരത ഇല്ലാതെ ഒരു കാര്യം വിജയിക്കുകയില്ല. മാക്സിമം നല്ല രീതിയിലേക്ക് വീഡിയോ നിങ്ങൾ ഡെയിലി, ഞാൻ പറയണെങ്കിൽ എവരിഡേ നിങ്ങൾ ഇടണം. എന്താണെന്ന് വെച്ചാൽ എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലേ? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കുറെ എവരിഡേ എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും തിരക്കാണെന്ന് വെച്ചാൽ മാത്രം ഒന്നരാടം വീഡിയോസ് വരും. സ്ഥിര പരിശ്രമം ശരി എന്തിനേയും വശത്തിലാക്കി നിങ്ങൾ കേട്ടില്ലേ? ശരിയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറയുമ്പോൾ നമ്മളെ വിഷ്വലി ആളുകൾക്ക് കണ്ടിഷ്ടപ്പെടണം. നിങ്ങളുടെ ഫസ്റ്റൊക്കെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ സൗണ്ട് ഒന്നും ആർക്കും നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ആ വീഡിയോ ഇട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കിയാൽ ഞാനൊക്കെ എൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. എടുത്ത് ഞാൻ നിർത്തുന്നതിന് ഇടയ്ക്ക് പറയാറുണ്ട് ചിലപ്പോൾ. എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ എല്ലാവരുടെയും ഒരു നോർമൽ ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. അത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. നമ്മൾ എടുത്തിട്ട് വീഡിയോ ആണെങ്കിൽ നമ്മളെ തന്നെ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ചിന്താഗതി അങ്ങനെയല്ല. നിങ്ങളെ വിഷ്വലി നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു മുഖം നിങ്ങളുടെ അവരുടെ മനസ്സൊന്നും ആയില്ല. അത് നമ്മൾ പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കണം. അതേപോലെ സ്ഥിരത, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കി, മെയിൽ ID ഉണ്ടാക്കി അതെല്ലാം നമ്മൾ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ കമന്റ് ചെയ്യും. അത് ശരിക്കും ഒരു യൂട്യൂബ് പോളിസിന്റെ എതിരാണ്. യൂട്യൂബ് പോളിസിന് എതിരാണ് ശരിക്കും പറയുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പറയാം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി 5 കാര്യങ്ങൾ നിങ്ങൾ അറിയും. ആ 5 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ നിങ്ങളൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു വീഡിയോ ഏതാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ HMP വൈറസ് പറയും, അല്ലെങ്കിൽ ബോച്ചൈൻ്റെ പറയും. അതെ, ബോച്ചൈൻ്റെ ഇപ്പൊ വൈറലായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അടുത്ത കണ്ടെങ്കിൽ നമ്മുടെ അതായിരിക്കും HMP വൈറസ് ആയിരിക്കും നമ്മുടെ ബോച്ചൈൻ്റെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ ബോബിശമനർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ നിങ്ങൾ അറിയുള്ളൂ. കണ്ടന്റ് പറഞ്ഞു കൊടുക്കരുത്, അവരെടുത്ത് ചെയ്തല്ലേ. അതെ, ഒരുപാട് ആളുകൾ സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണില്ല. നമ്മൾ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോ നമ്മൾ ചിലപ്പോ അടുത്ത് പറയാനല്ലേ ചിലപ്പോ എടുത്താലോ. അതാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. യൂട്യൂബ് പോളിസിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതേപോലെ നിങ്ങൾ വീഡിയോസിൽ മാക്സിമം സോങ് ഒന്നും ഇടാതിരിക്കുക, എല്ലാം ഒഴിവാക്കണം. നിങ്ങൾ ഷോർട്ടിൽ എന്ത് വേണമെങ്കിലും ഇട്ടോ, അതെല്ലാം കോപ്പിറൈറ്റ് വരില്ല, നോൺ കോപ്പിറൈറ്റ് പോളിസിയാണ്. പക്ഷെ ഇതുവരെ വീഡിയോയിൽ ഇട്ടാ കോപ്പിറൈറ്റ് അടിക്കും, നിങ്ങളുടെ ചാനൽ തന്നെ നഷ്ടപ്പെടും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം വേസ്റ്റ് ആയി പോകും. അതിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്ടിൽ എന്ത് വേണമെങ്കിലും പാട്ടാ, ഡയലോഗാ, മ്യൂസിക്കാ, എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ വീഡിയോയിൽ മ്യൂസിക് പറ്റില്ല. നമ്മുടെ ആ വോയിസ് ചെറുതായിട്ട് അതിന്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കി നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ല, യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ എത്രത്തോളം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീഡിയോ റീച്ചിനെ കുറിച്ച്. നമ്മൾ ഇപ്പോൾ കോപ്പിറൈറ്റിന്റെ കാര്യം പറയാം. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ലോങ് വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സിനിമ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ സോങ് എനിക്ക് റംജിലിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഫീൽ കിട്ടുക സോങ് ഈ ഒരു വീഡിയോ കൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ രീതിയിലേക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ സോങ് വെച്ചിട്ട് നിങ്ങൾ മലയാളത്തിലുള്ള ഏത് സിനിമയുടെ പുതിയ മൂവി ആണെങ്കിലും പഴയതാണെങ്കിലും ലോങ് വീഡിയോയിൽ ആ സോങ്ങുകൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ വീഡിയോ കോപ്പിറൈറ്റ് ആവും.
നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ YT സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഈ YT സ്റ്റുഡിയോ നമുക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കോപ്പിറൈറ്റ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വിത്തിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നോർമൽ സിനിമയിലെ മൂവികളൊന്നും നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഷോർട്ടിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. 60 സെക്കൻഡിൻ്റെ ഷോർട്ടാണ്, അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് വീഡിയോ എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൽ യൂട്യൂബിൽ ഒരുപാട് പോളിസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മലയാള സിനിമയിലാണെങ്കിലും ഏത് സിനിമയിലാണെങ്കിലും മ്യൂസിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് വേണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നോൺ കോപ്പിറൈറ്റ് സോങ്ങുകൾ ഒരുപാടുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ട്യൂണുകളും കാര്യങ്ങളും ഒരുപാടുണ്ട്. അതൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയുള്ള അങ്ങനെയുള്ള സോങ്ങുകളും നമ്മൾ ഒരിക്കലും ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇടും. അപ്പോൾ കോപ്പിറൈറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതന്നെ. അപ്പൊ നിങ്ങൾക്ക് ഓരോ വീഡിയോ ചെയ്ത് വെച്ചാൽ അതിന് എത്ര സബ്സ്ക്രൈബ് കിട്ടി, എത്ര റീച്ച് കിട്ടി, നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സ് കൂടിയാണ് നിങ്ങളുടെ വീഡിയോ. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റയിൽ ഇടുണ്ടാവും, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഓരോ സാമൂഹിക മാധ്യമങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതിൽ കൂടിയാണ് കൂടുതൽ ആൾക്കാർ വന്ന് കാണുന്നത്, ഏതിൽ കൂടിയാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത്, എത്ര റീച്ച് കിട്ടി, കറക്റ്റ് കൗണ്ട് അടക്കം മനസ്സിലാവും, എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി, അതിന്റെ ഗ്രാഫിക്കൽ ഇതടക്കം അതിന് കാണാൻ പറ്റും. ഇത് YT സ്റ്റുഡിയോ കൂടി തന്നെ ശരിക്കും നമ്മുടെ ചാനലിന്റെ അനലൈസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ലൈബ്രറിയും അതിൽ തന്നെ മ്യൂസിക് എല്ലാം ഉണ്ട് അല്ലേ. പിന്നെ അതിനെ കുറിച്ച് നമുക്ക് ശരിക്കും YT സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിലെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ട് നല്ല രീതിയിൽ വൈറലായി, അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറലായില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ വീഡിയോയുടെ ഡിഫറൻറ്റ് എന്താണ്, ഈ വീഡിയോയിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് ട്രാഫിക് വന്നു, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതിലൊക്കെ ട്രാഫിക് വന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് എത്ര വ്യൂസ് നമുക്ക് കിട്ടണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവാം. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യൂസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ കണ്ടിട്ട് ഇത്ര വലിയതില്ലേ. അപ്പോൾ അടുത്തത് ഇനി ഇതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി നല്ല രീതിയിലേക്ക് മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ നമ്മുടെ സംസാരം കേട്ടിട്ട് ഇരിക്കണം. നിങ്ങൾ ഇപ്പം ഞങ്ങൾ സംസാരിക്കണം കേട്ട് ഈ വീഡിയോയിൽ ഇരുന്നുണ്ടെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സക്സസ് ആണ്. മനസ്സിലായത് പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം, മറക്കരുത്. എന്തെങ്കിലും ഞങ്ങൾ അറിയാത്ത ടിപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോന്റെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രസന്റ് അയച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, നമ്മുടെ സുരേഷ് ഏട്ടൻ പറയണ പോലെ ഓരോ അറിവും ചെറുതല്ല. നിങ്ങളുടെ ഓരോ അറിവും നിങ്ങളുടെ ഓരോ കമന്റ് ഞാൻ ശരിക്കും YT സ്റ്റുഡിയോ കൂടി വാച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ ചെയ്യണം. നിങ്ങൾ ഓരോ വീഡിയോയിലും കമന്റും വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ രീതിയിൽ തിരിച്ച് വീണ്ടും റിപ്ലൈ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അതിൽ കമന്റ് കൊടുക്കണം. അപ്പൊ വീണ്ടും അവർ കമന്റ് ചെയ്യും, അതിന് റിപ്ലൈ ചെയ്യും. അങ്ങനെയും നിങ്ങൾക്ക് റീച്ച് ആവാൻ കഴിയും. പല വിധത്തിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ചിലർക്ക് ഈ വീഡിയോനെ പറ്റി എന്താണെന്ന് അറിയില്ല എന്ന് വെച്ചാൽ അവരൊന്ന് കമന്റ് ഇടും. അപ്പൊ നിങ്ങൾ ഈ ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എന്താ വെച്ചാൽ ഈ കമന്റ് സെക്ഷനിലും ഈ വീഡിയോ കമന്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ആ വീഡിയോ പിന്നെ ഒന്ന് ഹൈക്കാവും, പിന്നെ ഒന്ന് റീച്ച് ആവാൻ തുടങ്ങും. യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കമന്റിന്റെ കാര്യങ്ങളൊക്കെ ആളാണ് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ എടാ അവർക്ക് ആ കമന്റ് കൊടുക്കുമ്പോൾ അതൊരു ചോദ്യമായിട്ട് തന്നെ കൊടുക്കണം. അതിൽ ആൻസർ ഉണ്ടാവണം. പക്ഷെ പിന്നീട് അടുത്തൊരു ചോദ്യം, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇടയിൽ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത പുനർജനി നോക്കുന്ന സമയത്ത് നിങ്ങൾ വരില്ലേ എന്നുള്ള അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന് പിന്നെയും അവർ വന്നിട്ട് ഇവിടെ വന്ന് ഈ കമന്റിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? കമന്റിൽ വന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം, ഒന്നും കൂടെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ വീഡിയോ ഒന്ന് റീച്ച് ആവാൻ തുടങ്ങും. അപ്പൊ പിന്നെ ഒന്ന് നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റ് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ റീച്ച് ആവും, നിങ്ങളുടെ വീഡിയോയും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മില്യൺ അടക്കം നിങ്ങളുടെ വീഡിയോ അടിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കറക്റ്റായി ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളുടെ കറക്റ്റാക്കി സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മള് ഇതൊക്കെ പറയുന്നത് നമുക്ക് ഒന്നിച്ച് മുന്നേറാം. കപ്പ് മുഖ്യം